ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ചെറുതുരുത്തി കൊച്ചിൻ പാലം മുതൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള സംസ്ഥാന പാതയ്ക്കരികിലെ പാർക്കിംഗ് ഒഴിവാക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു. ഗതാഗത തടസ്സമുണ്ടാകുന്നത് ഒഴിവാക്കാനാണ് നടപടിയെന്ന് ചെറുതുരുത്തി ഇൻസ്പെക്ടർ അനന്തകൃഷ്ണൻ പറഞ്ഞു. ചെറുതുരുത്തി കൊച്ചിൻ പാലം മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിലെ അനധികൃത വാഹന പാർക്കിങ്ങും അനധികൃത കച്ചവടങ്ങൾക്കുമെതിരെയും നടപടിയുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ വ്യാപാരികളുടെയും പോലീസിന്റെയും സംയുക്ത യോഗത്തിൽ പോലീസ് ഇക്കാര്യം അറിയിച്ചു. അപ്പോൾ അതിൽ അനധികൃതമായിട്ട് പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങളെ കണ്ടെത്തുന്നതിന് വ്യാപാരികൾ കൂടി സഹകരണം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപാരികളുടെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവനക്കാരുടെ വാഹനങ്ങളും പഞ്ചായത്ത് പുതുതായിട്ട് ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് പൂർണ്ണമായിട്ട് മാറ്റുന്നത് ചെയ്യാൻ തയ്യാറായിട്ടുള്ളതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അനധികൃത കച്ചവടങ്ങളും പാർക്കിങ്ങും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിത നടപടികൾ ഈ ആഴ്ചക്കാലം ഉണ്ടാവും. വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. എന്നാൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സൗജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ പൊറ്റയിൽ അലി, എം ഹംസ, മുഹമ്മദ് കുട്ടി, ആനന്ദൻ സ്വാതി, രാജൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കച്ചവടക്കാരുടെ വണ്ടികൾക്കും ജീവനക്കാരുടെ വണ്ടികൾക്കും അവിടെ ഒരു ഇളവ് അനുവദിച്ചിട്ട് പാർക്കിംഗ് ഏരിയയിൽ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലവരും പല ജോലിക്ക് പോകുമ്പോഴും പല ഭാഗത്തേക്കായിട്ട് ജോലിക്ക് പോകുന്നവരൊക്കെ ഈ കടകളുടെ മുമ്പിൽ റോട്ടിൽ തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ ഈ പാർക്കിംഗ് സംവിധാനം പഞ്ചായത്ത് കൊണ്ടുവന്നതും അത് ഒരാൾ ലേലത്തിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ വണ്ടികളൊക്കെ അതിനകത്ത് പാർക്ക് ചെയ്യണമെന്നും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാപാരികളുടെ തൊഴിലാളികളുടെയും വാഹനങ്ങൾ ഒന്നുകിൽ സ്വന്തം പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് പാർക്ക് ചെയ്യുകയും ആ പാർക്കിംഗ് ഏരിയ ലേലത്തിലെടുത്തിട്ടുള്ള ആളുമായി സംസാരിച്ച് അത് ഒരു സ്ഥിരമായി പാർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു ചെറിയ ഇളവ് ചെയ്ത് ചെറിയൊരു ചാർജ് ഏർപ്പെടുത്തി അത് ചെയ്യാം എന്നും ഉള്ള തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് സർക്കിളിൻ്റെ മുൻപാകെ ആ തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായിട്ട് ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടികൾ കയറുകയോ മറ്റുവിധ സംവിധാനങ്ങൾ ഉണ്ടാവുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അവസാനം ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതവർ വ്യാപാരി വ്യവസായി ആളുകളെ വിളിക്കുകയും അവരോട് കാര്യങ്ങൾ രണ്ടുമായി സംസാരിക്കുകയും അപ്പോൾ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം വ്യക്തമായി ചെയ്തു തരാം, വണ്ടികൾ കയറ്റാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട CSRൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ വ്യാപാരി വ്യവസായിയുടെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അകത്ത് പാർക്കിങ്ങിന് സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് പാർക്കിംഗ് ഗ്രൗണ്ട് കരാറുകാരൻ മനോജ് പറഞ്ഞു. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.